ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലെ മുരുകേശ്വരത്ത് തന്നെയാണ് ഉള്ളത്. നമ്മൾ എന്തിനും ഒരു അമ്പലത്തിൽ ഇങ്ങനെ പോയി പിന്നെയും വരാമെന്ന് ആ അമ്പലത്തിൽ പോയിട്ട് ആടെ മൊത്തത്തിൽ പെട്ടി. അപ്പോൾ നമ്മൾ രാത്രി പിന്നെയും റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഇപ്പോൾ ഉടുപ്പിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെ രാത്രിക്ക് സ്റ്റേ ചെയ്ത റൂം. ഞാൻ കാണിച്ചു തരാം. ലഗേജെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത ഒരു കുഞ്ഞു റൂം. കൊള്ളാം, നല്ലൊരു റൂമായിരുന്നു. അവന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ നല്ലൊരു വ്യൂ എല്ലാം ഉണ്ട്. എല്ലാവരും റെഡിയായി, നമ്മളെ വണ്ടി താഴെയുണ്ട്. ഇന്നിനിപ്പോൾ നമ്മൾ നേരെ ഉടുപ്പിയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരേക്ക് പോകും. രാത്രി ഒരു 10-11 മണിയിലാകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും നല്ല അടിപൊളി യാത്രകളായിരുന്നു. പക്ഷെ ഭക്ഷണത്തിനാണ് കുറച്ച് പ്രയാസം. എവിടെ പോയാലും ഇന്നലെ രാത്രിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, വാങ്ങിയതാണെങ്കിൽ ഫിഷ് താലി, ഒരാൾ ബാക്കിയെല്ലാവരും ബിരിയാണി വാങ്ങി. ബിരിയാണി വന്ന് നോക്കുമ്പോൾ ആ ബിരിയാണി മസാല നിലത്തരുത്. അങ്ങനെ ഭക്ഷണമാണ് എവിടെ പോയാലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പിന്നെ ആൾ എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്തിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഒരു വട്ടം മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം റൂം എവിടെയെങ്കിലും വയ്ക്കും. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം വേറേക്ക്. അപ്പോൾ വിശക്കുന്ന സമയത്ത് പിള്ളേരെയും കൊണ്ടാകുമ്പോൾ വേഗം ഫുഡ് എവിടെയും കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണത്തിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നതാണ്. നല്ല ലഗേജെല്ലാം എടുത്ത് പോലായി. ഞാൻ ലഗേജെല്ലാം എടുത്ത് പോകുന്നതാണേ. ഉണ്ണീൻ്റെ അടുത്ത് ഉണ്ണിയാ എന്നാ നിൻ്റെ അടുത്തില്ല വെള്ളം. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അത് ഏറ്റി നടക്കലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പം ഞങ്ങൾ ഉടുപ്പി യാത്ര ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് 3 മണിക്കൂറാ 2 മണിക്കൂറാ ഓക്കെ. അപ്പം 2 മണിക്കൂറുണ്ട് ഇവിടുന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ സ്ഥലത്തിൻ്റെ പേരുന്നോ? മുരുടേശ്വരം പോകുന്ന വൈക്ക് എവിടെയോ ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേ ആയി. ഇനി ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് ഉടുപ്പിക്ക്. അപ്പം ഉടുപ്പി പോയിട്ട് വരാം. ഉണ്ണിപ്പോവാ കയറിക്കോ. എന്താ സുധിയേച്ചി വരുവാനില്ല, ആരും ഇല്ലെന്ന് വേണ്ടി നടക്കുന്നേ? ആ ബുക്കാ വേണ്ടത്. കുറെ കുപ്പിയായിട്ട് എവിടെ പോയ. അയ്യോ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് ഗേൾസ്. ഉടുപ്പി പോയിട്ട് കണ്ണനെ കാണാൻ പോകുന്നതാണ്. കൃഷ്ണ നീ എവിടെ? അപ്പം ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പോട്ടെ ഗൈസ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കണം. ചായ കുടിക്കുമ്പോൾ കാണാം അല്ലേ? കല്ലു 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 കല്ലുണ്ട് ചിരിയാട്. കല്ലുണ്ട് 2 മണിക്കൂർ യാത്രയെല്ലാം കഴിഞ്ഞ് ആളോട് ഉടുപ്പിയിലെത്തി. ഉടുപ്പിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം നല്ല വെയിൽ, പോകുന്നിടത്തെല്ലാം വെയിലായിട്ട് നടക്കാൻ പറ്റുന്നില്ല. മുഖയെല്ലാം കറുത്ത് കരിവാളിച്ച്. ഇവിടെ ഉണ്ട് എല്ലാവരും നിൽക്കുന്നത് സൈഡിൽ. ഹലോ ഹലോ ഹലമാ, അതാണ് അമ്പലോ? അല്ല അല്ല, ഫുൾ പാർക്കിംഗ് ഏരിയ. ഇത് ഭയങ്കര വെയിലവിടെ. എൻ്റെ അടുത്തുള്ള പനി അമ്പലത്തിലാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ഇവിടെ ഉണ്ടാവും. ആ മറ്റേ ജമ്പിങ് ഉള്ളത് വാങ്ങണം. ആ കൃഷ്ണന്റെ ഇന്നലെ ആടുന്ന് വാങ്ങിയിട്ടില്ലല്ലോ. കല്ലു ആന 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 കല്ലു കല്ലു.
പൊട്ടട്ടെ ഗൈസ്, ഇവിടെ ക്യൂ നിന്ന് കയറലാണ് പരിപാടി. അല്ലാണ്ട് ഇങ്ങനെ കയറി പോകുന്നതെല്ലാം 5 ഉറുപ്പ്യ കൊടുത്തിട്ട് 5 ഉറുപ്പ്യ എടുത്തിട്ട് സ്പെഷ്യൽ ക്യൂവിൽ കയറിപ്പോൾ നമ്മളിവിടെ ക്യൂ നിന്നിട്ട് ഉടുപ്പിയിൽ കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. കൊടയെല്ലാം ചൂട്ടി നിൽക്കുന്നത്. ചിമിട്ട ചിമിട്ട കല്ലു ഭയങ്കര നീണ്ട ക്യൂ ആണ് ഗൈസ്. ഇനിയും ആണല്ലേ. കല്ലുവിന് നല്ല സന്തോഷമുണ്ട്. കല്ലുമ്മ എന്തെന്നാ അത്? ഇതെല്ലാം കൃഷ്ണന്റെ പശുക്കളാണല്ലേ. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കേണ്ട ക്യൂ ആയതിനെ കൊണ്ട് ഇയാൾ നിൽക്കുന്നില്ല, നിൽക്കാൻ പറ്റുന്നേ ഇല്ല. കുറേ നേരം നിന്ന് ഇപ്പം ഒന്നും കാണാൻ പറ്റൂലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇയാൾ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. പുറത്തുനിന്നെങ്കിലും തൊഴുതിട്ട് പോവാന്ന്. അത്രയും വലിയ ക്യൂ ആണ്. കുഞ്ഞിനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. രസമുണ്ട്. ഓല ഭാഗ്യക്ക് അവിടെ എല്ലാം പോയി തൊഴുത്ത് കൃഷ്ണൻ്റെ അടുക്ക് കയറാൻ കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ക്യൂ. ഇപ്പം ഒന്നും തീരുവില്ല. ആ ക്യൂ വിട്ടോളി. പോവാൻ തുടങ്ങിയപ്പോ ഇടയ്ക്ക് പൂജ നടക്കുന്നുണ്ടോ? മലയാളം എന്തുവാ? മലയാളം ഉണ്ടാ?
അടുത്ത് ഇങ്ങനെയല്ലേ എന്നാ ഭക്ഷണം കഴിക്കല്? ഇതാണ് ഇവിടുത്തെ ഭക്ഷണം. സാമ്പാറും പുളിയോഗ്രയും എന്തോ സാധനയിലുണ്ട്. മൈസൂർ പാക്ക് രണ്ടെണ്ണം. അല്ലോ അടി വാങ്ങി കെട്ടുഞ്ഞി. കുടുപ്പിൽ വന്നിട്ട് കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല. ദൂരെ നിന്ന് നോക്കുകണ്ട്. അത്ര തന്നെ ഭക്ഷണം കഴിച്ചു. ഒതിരി പറ്റില്ല അങ്ങനത്തെ ഒരു ഭക്ഷണം. നല്ലൊരു സാധനം. കുറച്ച് തിന്നിക്ക് പ്രസാദം പോലെ കിട്ടിയത്. അങ്ങനെ കരുതി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. നമ്മളതിന് നേരെ ബാംഗ്ലൂർക്ക് പോകാൻ. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോകുന്ന വഴിക്കിടെ മീനെ കണ്ടിട്ട് മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ് ഒരു മാർക്കറ്റിൽ. മാംഗ്ലൂർ എന്നാ ഉപ്പ് ഉപ്പിട്ട് മീൻ വെച്ച് ഐസിട്ട് ഉപ്പിട്ട്. ഉപ്പല്ലേ? ഉപ്പന്നെ. ആ ഫുള്ളായിട്ട് അത് ഇട്ടിട്ട് റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകും. നിങ്ങൾ മുറിക്കാണ്ട ഗേൾസ്. ഞടപ്പോന്ന വൈക്കില് കുക്ക് ചെയ്തിട്ട് തിന്നാണ്. ശ്രുതിയേച്ചിന്റെ സ്പെഷ്യൽ. ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിക്കുന്ന വിശന്നിട്ട് പിള്ളേർക്ക് മാഗി ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. മാഗിയിൽ ഉണ്ടാക്കി പോയി അതിൻ്റെ ഇടക്കൊന്ന് ആടമ്പഴ പോയിക്കുന്നു. ചെറുതിരിക്കും നോക്ക്. ബാക്കിയുള്ളത് നമുക്ക് ചായ